2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ഈ 2026 തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അധികാരത്തിലെത്തണം എന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ കേരളം പറയുന്നു എന്ന അതിപ്രധാനമായ ചോദ്യത്തെയാണ് നാളെ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഓരോ മലയാളിയും അഡ്രസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 2016 മേയിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ 2021 മേയിലും വന്നു? എന്തുകൊണ്ട് അതേ സർക്കാർ 2026 വരണം? അതായത് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് കൂടി കേരളത്തിൻ്റെ അധികാരത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഗ്രഹത്തിനപ്പുറം അതിന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ 1, 2, 3, 4, 5 എന്ന് എണ്ണിപ്പറയാവുന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് കേരളത്തിൽ LDF സർക്കാർ വീണ്ടും വരണം എന്ന് പറയാനുള്ള കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്ഥിരഭരണത്തിലൂടെ സുസ്ഥിരമായ വികസനത്തിന് കേരളത്തിൽ അടിത്തറയിട്ടു എന്നുള്ളതാണ്. അത് വിസിബിളാണ്. എങ്ങനെയാണ്? നമ്മൾ മലയാളികൾ ഇത് കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. സൈക്കിളിലോ സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ ബസ്സിലോ റോഡിൽ എങ്ങനെ യാത്ര ചെയ്താലും അതിമനോഹരമായ സുരക്ഷിതമായ കുഴികളില്ലാത്ത റോഡിലൂടെ യാത്ര ചെയ്യുന്നു. ഒരു ദിവസം ഒരു തവണയെങ്കിലും എത്ര നല്ല റോഡല്ലേ എന്ന് പറയാത്ത ഒരു പൗരനും കേരളത്തിലുണ്ടാവില്ല. അത് അതിശയോക്തിയല്ല, സത്യമാണ്, സത്യമായ കാര്യമാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായ വികസനം, ഒരു സമൂഹത്തിലെ ഒരു നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിൻ്റെ അടിസ്ഥാന ഗതാഗത സൗകര്യമാണ്. റോഡ് ഗതാഗതത്തെ അതിൻ്റെ ഏറ്റവും മേന്മയുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഒന്നാക്കി മാറ്റിയ സർക്കാർ അതിലൂടെ നൽകുന്ന മെസ്സേജ് എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നു. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് സുഖമായും സ്വസ്ഥമായും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ മൊബിലിറ്റി വളരെ സ്മൂത്താക്കാൻ, സ്വസ്ഥമായി യാത്ര ചെയ്ത് ജീവിക്കാൻ, രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ കേരളത്തിലുള്ള ആളുകൾ യാത്ര ചെയ്യുകയോ സഞ്ചരിക്കുകയോ തിരിച്ചു വരികയോ ചെയ്യുമ്പോൾ അവർ യാത്ര ചെയ്യുന്ന ഓരോ റോഡും ഏറ്റവും സ്വീകാര്യമാവുക, സന്തോഷം നൽകുക. അത്രയും എന്തിനാണ് ഈ കാര്യത്തിൽ പരത്തി പറയുന്നത് എന്ന് ചോദിച്ചാൽ, റോഡാണ് ഒരു ജനതയുടെ, ഒരു നാടിൻ്റെ നാഡീഞരമ്പ് എന്നതുകൊണ്ടാണ്. ആ നാഡീഞരമ്പിൻ്റെ സ്പന്ദനത്തിൽ പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ പൾസ് അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഒരു തവണയെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എത്ര നല്ല റോഡാണല്ലേ എന്ന് പറയേണ്ടി വരുന്നത്. അതൊരു വലിയ റിയാലിറ്റി. ക്രമസമാധാനം, സാമുദായിക സംഘർഷങ്ങളില്ലായ്ക, സ്ത്രീ സുരക്ഷയിൽ പൂർണ്ണമായ ഉറപ്പ്, പാവങ്ങളിൽ പാവങ്ങളില്ലാത്ത കേരളം, അതിനു മുകളിലുള്ള പാവങ്ങൾക്ക് കൃത്യമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ തൊഴിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഗ്യാരണ്ടി. ഇത് UDF പറയുന്ന പോലുള്ള ഗ്യാരണ്ടി അല്ല, പറയുന്നതേ ചെയ്യുന്നുള്ളൂ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ റോഡ് ഗതാഗതത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രയോറിറ്റി അത് മാറി. 3ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രയോറിറ്റിയായി മാറുന്നത് ജലഗതാഗതമാണ്. ജലഗതാഗതത്തിൽ സമ്പൂർണ്ണമായി കേരളത്തിൻ്റെ ഒരു പുരോഗതി, വികസനം, മേൽക്കൈ ഉണ്ടാവാൻ പോവുകയാണ്. അതായത് റോഡ് ഗതാഗതം നമ്മൾ ഏറ്റവും മികവുള്ളതാക്കി കൊച്ചി മെട്രോ അടക്കമുള്ള കാര്യങ്ങൾ വന്നു. 3ാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ജലഗതാഗതം, അതുപോലെ തന്നെ കോട്ടപ്പുറം കാസർഗോഡ് ജലപാത, അത് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായി മാറുകയാണ്. അത് ഈ തവണ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു. അതിനോടൊപ്പം തന്നെ അതിവേഗ റെയിൽ, കേന്ദ്രത്തിലെ BJP സർക്കാരും കേരളത്തിലെ UDFും കൈകോർത്ത് നിന്ന് കുറ്റിപറിച്ചെറിഞ്ഞ് തകർത്ത ആ പ്രതീക്ഷ, അത് അതേ പേരിൽ കേരയിൽ എന്ന പേരിൽ അല്ലെങ്കിൽ പോലും കേരളത്തിനൊരു അതിവേഗ റെയിൽ 3ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടാവും. അങ്ങനെ
കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷയിൽ, ക്രമസമാധാനത്തിൽ, കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ സന്തോഷത്തിൽ ഊന്നൽ നൽകുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് വരണം എന്ന് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ 600 പ്രകടന വാഗ്ദാനങ്ങളും ഓരോന്നായി ഇവിടെ പറയാൻ കഴിയും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഹൈലൈറ്റ് ആയിരുന്ന 50 പരിപാടി, അതും ഓരോന്നും പറയാൻ കഴിയും. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള അടുത്ത സർക്കാരിൻ്റെ പ്രകടന വാഗ്ദാനങ്ങൾ എല്ലാം എണ്ണി പറയാൻ കഴിയും. പക്ഷേ അങ്ങനെ ഓരോന്നും വായിക്കുന്നതിനപ്പുറത്ത് എന്തൊക്കെ ചെയ്തു എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, അല്ലെങ്കിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ കേരളം എത്ര സുരക്ഷിതമായി ജീവിക്കാവുന്ന ഒരു നാടാക്കി ഈ സർക്കാർ കൂടുതൽ മാറ്റി എന്ന് മനസ്സിലാവുന്നു. എങ്ങനെയാണ് താരതമ്യം ചെയ്യേണ്ടത്? പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഒരു വടി വലുതാവുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ വടി അതിനടുത്തിടുമ്പോഴാണ് എന്ന് പറയുന്ന പോലെ 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ഓടിച്ച്, വിശദമായിട്ട് പോകാതെ തന്നെ ഒന്ന് ഓടിച്ച് കമ്പയർ ചെയ്താൽ പോലും 2016 മുതൽ 21 വരെയും 21 മുതൽ 26 വരെയുള്ള പിണറായി വിജയൻ സർക്കാർ എത്രത്തോളമാണ് ജനക്ഷേമകരമായി പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാവും. 18 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയാണ് അവർ പോയത്, വെറും 600 രൂപ എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ 2000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ ഓരോ മാസവും അതിൻ്റെ ഗുണഭോക്താക്കളായ പാവങ്ങളുടെ കയ്യിലെത്തുന്നു. ഇനി 3000 ആക്കാൻ പോവുകയാണ്. 3000 ആക്കും എന്നാണ് UDF പ്രകടനപത്രികയിലെ വാഗ്ദാനം. 600 രൂപയും 1000 രൂപയും കൃത്യമായി കൊടുക്കാൻ കഴിയാതിരുന്ന ആളുകൾ 3000 രൂപ എന്ന് പറയുമ്പോൾ ജനം ചിരിക്കുന്നു. എന്നിട്ട് ജനം പറയുന്നു, കിട്ടും എന്ന് ഉറപ്പുള്ളവർ വരട്ടെ. അതുകൊണ്ടാണ് UDF വേണ്ട, LDF വേണം എന്ന് കൃത്യമായി ജനം ആഗ്രഹിക്കുന്നത്. UDFിൻ്റെ മുദ്രാവാക്യം, തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിൻ മുദ്രാവാക്യം കേരളം ജയിക്കും, UDF നയിക്കും എന്നാണ്. യഥാർത്ഥത്തിൽ കേരളം ജയിക്കുക തന്നെ ചെയ്യും, ഒരിക്കൽ കൂടി കേരളം ജയിക്കും. പക്ഷേ നയിക്കുന്നത് LDF ആയിരിക്കും എന്ന് മാത്രം. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം അതിൻ്റെ കാമ്പിലും കഴമ്പിലും യാഥാർത്ഥ്യമാക്കാനുള്ള വോട്ടാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കേരളം ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.